ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴേക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ജ്യൂസ് അടിക്കാനുള്ള പുറപ്പാടുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. 4 മണിക്കാണ് കേട്ടോ. മോൾ അംഗനവാടിയിൽ നിന്നൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ ഇന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല, നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടുക്കളയ്ക്ക് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ പരത്തിയൊക്കെ കഴിക്കും, പിന്നെ വൈകിട്ട് അടുക്കളയ്ക്ക് വരും, അങ്ങനെ കേട്ടോ. ഞാനിവിടെ സമൂസക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടായിരുന്നു, അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ചീന്ന് അതും കിഴങ്ങും കൂടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് പാകത്തിനുള്ള ഉപ്പും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മല്ലിയില ഒക്കെ ഇട്ടിക്കാണ്ട് വെച്ചെടുത്ത് തിന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയും കൂടിയൊക്കെ ചേർത്തുകാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് ജ്യൂസ് അടിക്കുകയാണ്. ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തുകാണ്ട് പുഴുങ്ങിയെടുത്തുകാണ്ട് ഇതാ ചൂടാറിയതിൻ്റെ ശേഷം പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ വിചാരിച്ചുകൊണ്ട് അടിച്ചാണ് കേട്ടോ. അപ്പോൾ നോമ്പെടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കണ്ട് എടുത്തേക്കും. അപ്പോൾ ആ പണിയാണ് തീർത്ത് വെച്ചതാണ്. പിന്നെ ഇതാ ചിക്കൻ്റെ മസാല ഇതും കൂടി നമ്മളിതാ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയത് ഉള്ളിലേക്ക് വാട്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള മസാല ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസും കിഴങ്ങും കൂടി ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചതാണ്. അപ്പോൾ അതിക്ക് ചിക്കൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാ സമൂസേൻ്റെ ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കൊടുന്ന് വെച്ചതാണ്. പ്രാവശ്യം സീറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കേട്ടോ ഉപയോഗിച്ചെടുത്തത്. പ്രാവശ്യം ഉണ്ടാക്കാൻ തന്നെ ഒരേ പണിയിൽ പെട്ടിട്ട് നമുക്ക് മടി ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ള സമയത്ത് പിന്നെ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചില ദിവസങ്ങളിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മൈദപ്പൊടി ഗോതമ്പൊടിയൊക്കെ പരത്തിയെടുത്തിട്ട് വേറെ സ്നാക്സൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചിലപ്പോൾ പൂതിയാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് ഏതായാലും ഉണ്ട് വാങ്ങിച്ചിട്ടാണ്. പിന്നെ മോൻക്കാണെങ്കിൽ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ചുറ്റിച്ചതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത് ഇതിക്കുള്ള പശ ഉണ്ടാക്കിയിട്ടില്ലയെന്ന്. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ലാസ്റ്റാണ് പിന്നെ കുറച്ച് മൈദ എടുത്തുങ്ങാണ്ട് കലക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തത്. മൈദക്ക് പകരം കോഴിമുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം കോഴിമുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വെറുതെ ആവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് എടുത്ത് കോഴിമുട്ടയാണെങ്കിൽ പിന്നെ നല്ലപോലെ ഒട്ടിക്കിട്ടുകയൊക്കെ ചെയ്യും, നല്ല ഉഷാറാണ്. അപ്പോൾ ഈ ഷീറ്റിലും ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെ ഇട്ടിട്ട് എടുക്കുമ്പോൾ തന്നെ ചിലത് അങ്ങനെയാണ് വാങ്ങിച്ചാൽ ഇങ്ങനെ ഇതുപോലെ പാക്കറ്റിൽ നിന്ന് എടുത്താൽ ചിലതൊക്കെ പൊട്ടിക്കാണ്ട് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും മോശമായിട്ട് എന്ന് പറയാം, അങ്ങനെയാണ് കേട്ടോ ചിലത് ഇങ്ങനെ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എന്നാലും വേണ്ടില്ല, അതിങ്ങനെ പറ്റണ പോലെ അതിങ്ങനെ ചിറ്റിടിച്ച് എടുത്തിട്ട് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തൊട്ടുകാണ്ട് ഒരൊറ്റ അടി അടിച്ച് കേട്ടോ വിസിലടിച്ചു കൊടുത്താണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ വെളിച്ചെണ്ണ കൊഴിച്ചത്. അങ്ങനെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്കുള്ള പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ചേർത്തെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്ക് പൊടികളൊക്കെ ഒന്ന് ഇടുന്നതിന് മുമ്പ് തന്നെ ഒന്നും കൂടി കത്തിച്ചിട്ട് ഒന്നും കണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ചിക്കനും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിഴങ്ങും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കിഴങ്ങിൻ്റെ വല്ലാതെ തൊലിയൊന്നും കളയാതെ കേട്ടോ ഞാൻ എടുക്കൽ, തൊലി നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലേക്കൊരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ, ലഗോണല്ല ബ്രോയിലറാണ്. അപ്പോൾ അതുകൊണ്ട് 2 വിസിൽ എന്തായാലും അടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമോസേൻ്റെ സീറ്റ് പിന്നെ നമുക്ക് നല്ലൊരു കവറിലാക്കിയിട്ട് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ കറന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും അത് പൊട്ടിപ്പോവും. അപ്പോൾ ബാക്കിയുള്ള മസാല ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടപ്പുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് പിന്നെയും ഒരു വേണ്ട അടുത്ത ദിവസം എടുക്കുക. പെണ്ണുക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ. വേണമെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ വെക്കുക, ദാഹത്തോണെങ്കിലും വെച്ചാലും കേടൊന്നും വരില്ല. അപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യട്ടെ. നമുക്ക് സമയമുള്ള സമയത്ത് കുറച്ച് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഗ്രീൻ പീസ് വെച്ചിട്ടോ അതുപോലെ ക്യാരറ്റ് കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് മസാല റെഡിയാക്കി എടുക്കുക. സമൂസ പല രൂപത്തിലുണ്ടാക്കുമല്ലോ. അപ്പോൾ ചില കടയിൽ നിന്നൊക്കെ വാങ്ങണ സമൂസയൊക്കെ ചിലത് ക്യാരറ്റ് അതുപോലെ സവാള മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ, ചിക്കനോ ബീഫോ ഒന്നും ഇടാത്ത സമൂസയും കാണാം വാങ്ങിക്കടയിൽ. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കും. പിന്നെ അത്യാവശ്യം ഫില്ലിങ്ങൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ. ഈ സമൂസ കഴിക്കാനും രസമാണല്ലേ. പക്ഷേ ഇതിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിയതുമായിട്ടാണ്. ഷീറ്റും കൂടി വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അടിപൊളിയാണ്.
പിന്നെ നമുക്ക് ഇതിലേക്ക് സോസ് മസ്റ്റായിട്ട് ആവശ്യമായിട്ടാണ് എല്ലാം ഇതും. അപ്പോൾ അതും ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സോസാണ്. അപ്പോൾ സോസിന് ഇനി വീഡിയോ കാണാനുള്ളവരൊക്കെ അതിന് വീഡിയോ കണ്ടോളിട്ടോ. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് വിട്ട വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഒരു 3-4 മുട്ട ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മാവാണ് ഇട്ടത്. അപ്പോൾ മൈദപ്പൊടിയും കടലമാവും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള ഒരു പേസ്റ്റും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊണ്ട് ഈ മുട്ട ബജി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്കാണ് കേട്ടോ മുട്ട ബജിക്ക് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്ത് പൊങ്ങിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ സമൂസയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് മാവ് കുഴക്കലും ഉണ്ടാക്കലും കഴിഞ്ഞിട്ടോ. പിന്നെ സമൂസയും കൂടി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായത് പിന്നെ നമുക്ക് എടുത്തേക്കാതെ അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇത് പൊരിക്കാൻ നിന്നതാണ്. ആ എണ്ണ ഈ പാനൊക്കെ ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് ഇതിലേക്ക് കുറച്ച് വട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളൻ്റെ ഒരു കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറുക്കാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറുക്ക് ഈ പാത്രത്തിൽ അളവ് എടുത്തതാണ് അരി. അപ്പോൾ പാത്രത്തിൽ 2 പാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില ഒക്കെ കൂടെ ഇട്ടുങ്ങാണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല രസമായിട്ട് നെയ്ച്ചോറ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തരിക്കഞ്ഞിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ വേണം അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ മോളിങ്ങനെ പറയുന്നുണ്ട് ഓളെ വീഡിയോ എടുക്കാൻ അതേ ഓളൊന്ന് കാണിച്ചത്. അപ്പോൾ തരിക്കഞ്ഞി ഞാൻ പാലും വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിരുന്നു. അതിക്ക് തിളച്ച് വരുമ്പോൾ അതിക്ക് റവയും സേമിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഒരു പട്ടി ഒരു ഗ്രാമ്പ് ഒരു ഏലക്കി അത് ഇട്ട് കൊടുത്തിക്കണം. പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ നെയ്യിൽ ഞാൻ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് അടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി വറുത്തുങ്ങാണ്ട് അങ്ങനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തരിക്കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷേ അതിനൊരു മയക്കാണ് കേട്ടോ തേങ്ങാപ്പാലിൽ കുടിക്കുമ്പോൾ. അപ്പോൾ പിന്നെ പാല് കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ നെയ്ച്ചോറ് കണ്ടില്ല നല്ല സെറ്റായിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറ് പാകത്തെ വേവൊക്കെ ആയിട്ട് ഈ പാത്രത്തിൽ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കണ്ടില്ല നമ്മൾ സോസ് ഇന്നലെ തന്നെ പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മോനിതാ ഓറഞ്ചൊക്കെ നല്ല റെഡിക്ക് വെച്ചിട്ട് പൂ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ അള്ളാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ ജീവിക്കണവരുണ്ട്. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നോമ്പർക്കര കഴിഞ്ഞ് പിന്നെ കിടക്കാൻ നേരത്താട്ടാ ഫുഡൊക്കെ കഴിക്കണത്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ എന്നും ഇതേപോലെ തന്നെ കിടക്കാൻ നേരത്താണ് പിന്നെ ഉള്ളതൊക്കെ കഴിക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.